തദ്ദേശ പോരാട്ടത്തിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ ജനപ്രതിനിധികളെ ഓരോ നഗരസഭകളിലും പഞ്ചായത്തുകളിലും നേരിട്ട് കണ്ട് ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും അവർ ചെയ്തിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും തുടർഭരണം കിട്ടിയാൽ നിങ്ങൾ എന്ത് ആവിഷ്കരിക്കുമെന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇന്ന് ഞങ്ങളുള്ളത് കോട്ടയ്ക്കൽ നഗരസഭയിലാണ്. കോട്ടയ്ക്കൽ നഗരസഭ പ്രേക്ഷകർക്കറിയാം. ഇടക്കാലത്ത് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാതെ ഉണ്ടായ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, പിന്നീട് ചെയർപേഴ്സൺ ഒഴിഞ്ഞു മാറിയത്, വീണ്ടും പുതിയ ചെയർപേഴ്സൺ വന്നത്. ഇപ്പോൾ ഡോക്ടർ ഹനീഷയാണ് കോട്ടയ്ക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ. ഇവിടെ മികച്ച രീതിയിൽ വർഷങ്ങളായിട്ടെന്നല്ല, ഇത് കാലങ്ങളായി UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ്. ഇവിടെ മുസ്ലിം ലീഗിന് 21 അംഗങ്ങളുണ്ട്, LDFന് 9 അംഗങ്ങളുണ്ട്, 2 അംഗങ്ങൾ BJP ആണ്. ഇപ്പോൾ 35 വാർഡുകളായിട്ട് കൂടിയിട്ടുണ്ട്. ഏതായാലും തുടർഭരണം കിട്ടിയാൽ ഇനി എന്ത് പദ്ധതികളാണ് കൂടുതൽ ജനോപകാരപ്രദമായ രീതിയിൽ ആവിഷ്കരിക്കുക എന്ന് നമുക്ക് ചെയർപേഴ്സണോട്, ഭരണപക്ഷത്തോട് തന്നെ ചോദിച്ചറിയാം. ചോദ്യത്തിൻ്റെ ഉത്തരം തരാൻ ഭരണപക്ഷം നമ്മോടൊപ്പമുണ്ട്. കോട്ടയ്ക്കൽ നഗരസഭ കാലങ്ങളായിട്ട് UDFൻ്റെ കോട്ടയാണ്, മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ LDFന് വളരാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ BJPക്ക് അവരുടേതായ സ്ട്രെങ്ത്തുള്ള സ്ഥലത്ത് അവർക്കും 2 സീറ്റെങ്കിൽ 2 സീറ്റ് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ, ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് മുൻ ഭരണകർത്താക്കൾക്കൊക്കെ. എന്നാലും കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. ഈ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഇനി തുടർഭരണമെന്ന് പറയുന്നില്ല, UDFൻ്റെ ഉരുക്കുകോട്ടയിൽ ഭരണം ഇനിയും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്താണ് കൂടുതലായി ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക? എന്താണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ, ഈ ഒരു 5 വർഷം ഇപ്പോൾ കഴിയാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് പോലെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് വലിയൊരു മുന്നേറ്റം കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ തുടർഭരണം വരികയാണെങ്കിലും ഇതിൻ്റെ തുടർച്ച തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും. കാരണം നമ്മളിപ്പോൾ പൊതുമരാമത്ത് മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു വർഷമൊക്കെ നമുക്ക് ഒരു 5 കോടി 6 കോടീൻ്റെ വർക്കുകൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത വരുന്ന ഇതിലും 10 കോടീൻ്റെ വർക്കാണ് നമ്മൾ പ്രൊജക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മുഴുവൻ പൂർത്തീകരിച്ചിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നെൽകൃഷി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാർഷിക മേഖല, ക്ഷേമകാര്യങ്ങളിൽ, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നല്ല രീതിയിൽ നമുക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഭരണസമിതി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു IP ഫെസിലിറ്റിയോട് കൂടിയുള്ള ഒരു ആശുപത്രി എന്നുള്ള സ്വപ്നം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും FHC എന്നതിനെ CHCയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതും നടപ്പിലാക്കാൻ കഴിയും. മറ്റൊന്ന് ഒരു ട്രാഫിക് കുരുക്കാണ്. അത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ബൈപ്പാസിൻ്റെ 3ാം ഘട്ടം പൂർത്തിയായാലാണ് ആ ഒരു ട്രാഫിക് കുരുക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് വരുന്നതോടുകൂടി അത് മുഴുവനാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. അതോടുകൂടി ആ ട്രാഫിക് കുരുക്കും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു ട്രാഫിക് സ്റ്റേഷൻ നമുക്ക് വേണം. അതിനുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിൽ നിന്ന് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്, MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം സബ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്കൊരു കൃത്യമായിട്ട് മറുപടി വന്നിട്ടില്ല. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ്. വൈസ് ചെയർമാനത് കാരണം കാലങ്ങളായിട്ട് ഭരണത്തിൻ്റെതായ വശങ്ങളറിയാം. പിന്നെ രാഷ്ട്രീയ രംഗത്തും നിങ്ങൾ ഈ നാട്ടിലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖം കൂടിയാണ്. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാരിന് ഒരു ചിറ്റമ്മ നയമുണ്ടെന്ന് UDFലെ നേതാക്കൾ തന്നെ പറയാറുണ്ട്. അങ്ങനെ ഒരു ചിറ്റമ്മ നയത്തിൻ്റെ ഭാഗമാണോ ആ ബൈപ്പാസ് അങ്ങനെ കിടക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ചെയർപേഴ്സൺ ചൂണ്ടിക്കാണിച്ചല്ലോ. നമുക്കറിയാം, അത് എന്നോ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്ഥലമെടുപ്പ് എല്ലാം കഴിഞ്ഞ് 2 ഭാഗത്ത് വരെ കല്ല് കുത്തിയെന്ന് വെച്ചാൽ ആ സ്ഥലം ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ അതിന് വേണ്ടി ഫണ്ട് വെക്കാനോ ഇതുവരെയും സർക്കാർ
ക്ലിയർ ആയിട്ടില്ല. മാത്രമല്ല 100 രൂപയുടെ ടോക്കൺ വെച്ച് ഓരോ പിന്നെ ഭരണത്തിൽ വരുന്ന സമയത്തും 100 രൂപ മാത്രം ടോക്കൺ വെച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇവിടുത്തെ ഈ ഗതാഗതത്തിന് ഇത്രയും വലിയൊരു കുരുക്ക് കോട്ടക്കൽ അനുഭവപ്പെടുന്നത്. നമുക്ക് അത് തുറന്നു കിട്ടുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോട്ടക്കൽ അങ്ങാടി ഇതുപോലുള്ളൊരു ഗതാഗത കുരുക്കിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ ബൈപ്പാസ് ഓപ്പൺ ആകണമെങ്കിൽ നല്ലൊരു തിരൂർ അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മലപ്പുറം ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന നല്ലൊരു ബൈപ്പാസാണ്. അത് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുകയാണ്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമാണ് പറയുന്നത്. ഇനി ചെയർപേഴ്സണോട് തന്നെ പാർപ്പിടം അതൊരു പ്രധാന ഘടകമാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ലൈഫ് പദ്ധതിക്ക് പ്രാധാന്യം നൽകി അത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന കാര്യത്തിൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. കോട്ടയ്ക്കലിൽ അതിൻ്റെ ലൈഫ് പദ്ധതി, അതുപോലെ കുടിവെള്ളം, പിന്നെ യുവജനക്ഷേമം, വനിതാ വയോജനങ്ങൾക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റുമോ ചെയ്യുന്നത് ചുരുക്കി പറയാം. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കോട്ടയ്ക്കൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേഡിയം ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഭരണസമിതി നമുക്കൊരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി വെച്ചതായിരുന്നു. അതിപ്പോൾ ഈ ജൂണോട് കൂടി പൂർത്തീകരിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിലുള്ള, അതായത് നമുക്ക് ഒരു ദേശീയ തലത്തിലൊക്കെ ഗെയിംസുകൾ കളിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. അതിലപ്പുറം നമുക്കറിയാം ബസ് സ്റ്റാൻഡ് പുതിയതായിട്ട് നമ്മൾ ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 200ഓളം പാർക്കിംഗ് സൗകര്യമുള്ള 103ഓളം കടകളുള്ള ഒരു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ആണ് നമ്മളുടെ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈഫ് പദ്ധതി ശരിക്കും സർക്കാരിൻ്റെ അനാസ്ഥ മൂലം കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം കേരള സർക്കാർ ഒപ്പുവെക്കാത്ത പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മൾ PMAYയിൽ ഒപ്പുവെക്കാത്ത അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ നിരന്തരം, കാരണം ഇപ്പോൾ ലൈഫ് പദ്ധതി PMAYയിലുള്ളവരൊക്കെ ലൈഫ് പദ്ധതിയും കൂടെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്, അവരുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയൊരു ലിസ്റ്റിന് അപേക്ഷ ക്ഷണിക്കാനോ ഒന്നും നമുക്ക് കഴിയാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ അത് സർക്കാർ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും അത് എനിക്ക് തോന്നുന്ന ഒരു 60-40 എന്നുള്ള ഒരു പെർസെൻറ്റേജിൻ്റെ കുടുക്കിലായിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ കോടികൾ നമ്മൾ പിന്നെ പലതിനും ദൂർത്ത് കാണുമ്പോൾ, സർക്കാർ ദൂർത്ത് അടിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ പാർപ്പിടം, കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അത് ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ടിനെ ഇരയാക്കും. മറ്റൊന്ന് നമുക്കറിയാം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് 3 ആളുകൾക്കായിരുന്നു ഒട്ടും വീടില്ലാത്ത, സ്ഥലമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ. അവർക്ക് പൂർണ്ണമായിട്ടും വീട് വെക്കാനും സ്ഥലം വെക്കാനും കോട്ടയ്ക്കൽ 7 പേരിൽ 3 പേരാണ് ഇനി നിലവിലുള്ളത്. അവർക്ക് പൂർണ്ണമായിട്ടും വീട് വെക്കാനും സ്ഥലം എടുക്കാനുള്ള മുഴുവൻ തുകയും കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി കണ്ടെത്തി. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ യുവജനക്ഷേമത്തിന് നമ്മൾ ഒരു ഓപ്പൺ സ്റ്റേഡിയം, ഇതൊക്കെ നമ്മൾ പദ്ധതിയിൽ കൊണ്ടുവന്നതാണ്. പിന്നെ വയോജനങ്ങൾക്കാണെങ്കിൽ നമുക്ക് പിന്നെ വയോജന പാർക്ക്, ഹാപ്പിനെസ് പാർക്ക്, നമ്മളത് നമ്മുടെ ഉദ്യാനപാത കണ്ടിട്ടുണ്ടാവും. ഉദ്യാനപാതയിൽ ഹാപ്പിനെസ് പാർക്ക്, അതുപോലെ എല്ലാ അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളായി. അതായത് എല്ലാവർക്കും TV ആയി, പിന്നെ അതുപോലെ തന്നെ ഫിൽറ്ററുകളായി, പിന്നെ ഇനി വൈഫൈ കണക്ഷൻ നമ്മളിപ്പോൾ മൊത്തം അംഗനവാടികൾക്കും വെച്ചിട്ടുണ്ട്. ബേബി ഫ്രണ്ട്ലി പെയിൻറ്റിംഗ് ആയി എല്ലാ അംഗനവാടികൾക്കും, ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകളായി, പിന്നെ അതുപോലെ കളിപ്പാട്ടങ്ങളായി, അങ്ങനെ മൊത്തം സ്മാർട്ട് അംഗനവാടികളായിട്ട് 38 അംഗനവാടികളെയും ഇതോടുകൂടി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഏതായാലും ഭരണത്തിലേറിയാൽ അവരെന്താണ് തുടർന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അവർ പറയുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വീഴ്ചകൾ, ആ വീഴ്ചകളുടെ കാരണം എന്താണെന്ന് അവർ പറയുന്നുണ്ട്. രാഷ്ട്രീയം എല്ലാവർക്കും വേണം, പക്ഷേ വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നീള 24 ലൈവ്. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത.